കല്യാണം കഴിക്കാൻ പോകുന്നതിനെ കുറിച്ച് ഇതിന്റെ അഭിപ്രായം എന്താണ്? ഗൈസ്, അങ്ങനെ ഒരു അതിഥി എത്തിയിരിക്കുകയാണ്. ദൈവം, ഇത്ര വേഗം വന്നാ നീ? എടി, ഏത് ഡാൻസാ ഫസ്റ്റ്? പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞു ഗൈസ്. എന്റെ ദൈവദൂതനായി പാത്രങ്ങൾ കഴുകി വെക്കാൻ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃത്താർജുൻ. അപ്പൊ നമ്മള് ഇന്ന് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്കൊരു വെഡിങ് വരുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ടിന്റെ ശില്പയുടെ കല്യാണ പെണ്ണിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വെഡിങ് ഡാൻസിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ. അപ്പുറത്ത് എന്തോ വെൽഡിങ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലെ അവസാനത്തെ ആളല്ല, സെക്കൻഡ് ലാസ്റ്റ് ആളുടെ കല്യാണമാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡാൻസ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അപ്പം കല്യാണ പെണ്ണ് മാത്രമേ എത്തിയിട്ടുള്ളൂ, വർഷമുണ്ട്. കാർത്തി മഷ്ദീം ആരും എത്തിയിട്ടില്ല. ഇതാരേ കിടക്കണത്? ലീവാ. രാമൂട്ടിന് ഇന്ന് ലീവ് ഡേ ആണെന്നുണ്ടെങ്കിൽ രാമൂട്ടൻ വീട്ടിൽ റെസ്റ്റ് എടുക്കുന്നു. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിലേക്ക് പോയില്ല, കാരണം സ്റ്റുഡിയോയിൽ ഇപ്പോൾ പാരലി ക്ലാസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ കല്യാണ പെണ്ണ് അല്ല, അതിന് മുന്നേ വർഷം വന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം അത് കാണിച്ചു തരാം. ഗായ്സ്, അങ്ങനെ ഒരു അതിഥി എത്തിയിരിക്കുകയാണ്. ഹലോ, അതിഥിക്ക് ഞാൻ പണി കൊടുത്തിരിക്കുന്നു. വീട്ടില് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി വെക്കാന്ന് പോയതാണ്. ഞാൻ നോക്കുമ്പോ കഞ്ഞിക്ക് അരി പോലും ഇട്ടിട്ടില്ലെന്ന് അറിയാം. കണ്ട, ഇവിടെ വന്ന എല്ലാ ഗസ്റ്റുകളും തന്നെ പാചകം ചെയ്ത് കഴിക്കണം എന്നാണ് എന്റെ രാമുടന്റെ പോളിസി. അതുകൊണ്ട് ഉണ്ടാക്കിക്കോ. അപ്പൊ വെണ്ടക്ക തോരൻ ബൈ വർഷ, ചോറ് എടി. ഞാൻ വീട് സത്യം പറഞ്ഞ ഇത്രയും ദിവസം ഞാൻ കുക്ക് ചെയ്യണായിരുന്നു. ഇന്നൊരു റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചപ്പോ കേറി വന്നോളൂ. ഇവളായിരുന്നു ഗായ്സ് എന്റെ ഒരു വിലയില്ലാത്തവള്. പക്ഷെ ഇവളുടെ മുന്നിൽ ഞാൻ പക്ഷെ ചോറ് വെച്ചിട്ടുണ്ടെടി. ഞാൻ ചോറ് വെക്കും. നീ വെണ്ടക്ക തോരൻ ഞാൻ വെച്ചോളാം, നീ അരി മാത്രമല്ലേ ചെയ്തോളൂ. കൊറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നിനക്ക്. ഞാൻ ഡോണറ്റ് വീട് ഇഷ്ടപ്പെട്ടാ? ഹാൻഡിൽ വിട്ട് കേറാ. വീട് ഇഷ്ടപ്പെട്ട്, വീട് അടിപൊളിയുണ്ട്. പക്ഷെ നോക്കണം നീ ആയതുകൊണ്ട് റൂം കാണിച്ചിട്ട്. അങ്ങനെ വർഷ കുക്ക് ചെയ്യാൻ പോവാണ്. വേഗം ഉണ്ടാക്കടി, ഉണ്ടാക്കടി വേഗം. Many hours later. പപ്പടവും ഞാൻ വറുത്തില്ല, സാമ്പാർ മാത്രമൊന്നും മേടിക്കേണ്ട വന്നു. അപ്പൊ നമ്മൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ പോവാണ് ശില്പയുടെ. അപ്പൊ നമ്മുടെ ശില്പയുടെ കല്യാണമാണ്. ശില്പ, ഹാപ്പി മാരീഡ് ലൈഫ്. അയ്യ, മോൻ കാണിക്കാത്തത്. എടി, അപ്പൊ പുതിയ വെഡിങ് ഡാൻസ് ഇറങ്ങാൻ പോണത്. കല്യാണം കഴിക്കാൻ പോകുന്നതിനെ കുറിച്ച് ഇതിന്റെ അഭിപ്രായം എന്താണ്? അല്ല, കല്യാണം കഴിച്ചവരെന്ന് പറഞ്ഞ ഞങ്ങൾക്ക് നല്ല അഭിപ്രായമാണ്. ഇപ്പൊ ഒരു വീടെടുത്തിട്ട് പണിയൊക്കെ എടുത്ത് ജീവിക്കുന്നു. പറ, എന്താണ് നിന്റെ എക്സ്പെക്ടേഷൻ കല്യാണത്തിനെ കുറിച്ചുള്ള? ഇതിപ്പോഴും കിട്ടിയിട്ടില്ല കല്യാണമാണ് എന്നുള്ളൊരു എന്താ എനിക്കൊന്നും തോന്നല്ല. അല്ല, നീ ഒരു പുതിയൊരു വീട്ടിലേക്ക് പോവാണ്. അതിന്റെ കുറച്ച് സങ്കടമുണ്ട്. വേറൊരു വീട്ടിലേക്ക് പോകണം. അവന് അതെ, നമ്മുടെ ടീമിലെ അവസാനത്തെ കല്യാണം തോന്നുന്നല്ലേ? മേഘയുണ്ട്. അപ്പൊ അവസാനത്തിന്റെ സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് വരും ഏകദേശം അല്ലേ? അപ്പൊ ഇത്രയും നാളും അതെ, വലിയ അപ്പോ എന്താ ഞാൻ പറഞ്ഞോണ്ടിരുന്നത്? കല്യാണത്തിനെ കുറിച്ച്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ മറ്റേ ബടിമുഷിക്കിലിട്, വർഷ സ്റ്റെപ്പ് ഇടും. ഓക്കെ, പവൻ എന്തത്? ഇവിടെ മിറർ ഇല്ലാത്തതിന്റെ ഒരു പേരിൽ വാഷ്റൂമിൽ വന്നിട്ടാണ് രണ്ട് മേക്കപ്പ് ചെയ്യണം. അതെ, ഡാൻസ് പ്രാക്ടീസ് ആണ് ഇവിടെ, മേക്കപ്പിന്റെ ആവശ്യത്തിനാണ്. വർഷ സ്റ്റെപ്പ് കാണിക്ക്, സ്റ്റെപ്പ് ഇട്. എടി, ഏത് ഡാൻസാ ഫസ്റ്റ്?
ബഡി മുഷ് ബഡി മുഷിന് വർഷ സ്റ്റെപ്പ് ഇടും ഗൈസ്. ദൈവം ഇത്ര വേഗം വന്നാ നീ നടി ഇതെങ്ങനെ വന്നിട്ട് ഇത്ര പറന്നു? അതാണ് പറപ്പിച്ച് വന്ന് തിന്നോണ്ടിരിക്കാണ് ഗൈസ്, തിന്നോണ്ടിരിക്കൂല. അല്ലടി അശ്വതി വരാന്ന് പറഞ്ഞിട്ട് എന്തായി വരല ഉറപ്പാണോ? അശ്വതി ആരെങ്കിലും കൊന്നിട്ട് വരാന്നൊക്കെ പറഞ്ഞായിരുന്നു ജോലി സ്ഥലത്തുനിന്ന്. 7 മണിയാവും ഗൈസ്. അവിടെ ഹസ്ബൻഡ്സ് ആക്രാന്തം പിടിച്ചു. झुमका 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 पहेलिया पहेलिया चनक तक दे बोली ननक ननक दे बोली. അല്ല ആർപ്പി വരും. ഞങ്ങൾ ആരും വിളിച്ചിട്ടില്ലട്ടാ. ഞാൻ ഓടി വരും. ബഡി മുഷിക്കിൽ ബഡി മുഷിക്കിൽ നമ്മളിതില് ഓക്കെ. നന നന നന്നെ കല്ല കല്ലക്കിൽ കല്ല കല്ലക്കില്ല എവിടെ കല്യാണപ്പെട്ട് എവിടെ? ഞാൻ ചോദിക്കട്ടെ, ഇതല്ലല്ല ഇതാണ് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പല്ല ഇതൊക്കെ. ഞാൻ വന്നിട്ടുള്ള സ്റ്റെപ്പല്ല ഇതൊക്കെ. ഇല്ലടി നീ വന്നിട്ടില്ല. നീ പഠിക്കണ്ട. പിന്നെ ഞാനത് ഇത്ര നേരം കളിച്ചു. നീ വന്നിട്ടില്ല. നീ ഓ വരുമ്പോ പറ. എടി അതൊക്കെ എന്താണ് ബഡി മുഷിക്കിലാണ് വരുന്നത്. ബഡി മുഷിക്കിൽ ബബ മടി മുഷിക്കിൽ കൊരെ കൊരെ നന്നെ കലക്കൽ കലക്കലക്കൽ 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 പിന്നെ ടിങ് ടിഡി ടിങ് ടിങ് ടിഡി ടിങ് ടിഡി. ഓക്കേ. Many hours later. ടാറ്റാ ബൈ. ടാറ്റാ. പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞു ഗൈസ്. ഇനി കുക്കിംഗ് ആണ്. ഇതെല്ലാം അരിഞ്ഞത് ഞാനാണ് കേട്ടോ. അത് അരിഞ്ഞത് ഞാനാണെന്ന്. അത് അരിഞ്ഞത് നീ എന്താ കേട്ടത്? അത് സത്യമല്ലേ? നീ എന്താ ചെയ്തത്? ചപ്പാത്തി ഉണ്ടാക്കുന്നു. ചപ്പാത്തി തന്നെ ഉണ്ടാക്കുന്നു. ആ ശരിയാണ്. നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ചപ്പാത്തിക്ക്. ഹലോ ഹലോ എന്താ തിരക്കില്? എണീക്കടാ. അവരൊക്കെ അവിടെ പണിയെടുക്കണം. അതിനെന്താ അവര് ഗസ്റ്റ് അല്ലേ, ഗസ്റ്റുകൾ പണിയെടുക്കണം. അതാണ് ഇവിടുത്തെ നിയമം. നീ എന്താ പണിയെടുക്കാത്തത്? നീ വീട്ടുകാരനല്ലേ? നീ വീട്ടുകാരനെ ചെണീക്കടോ. വീട്ടുകാരൻ ഒരിക്കലും പണിയെടുക്കും. രാമുവിന് പണിയുണ്ടത്. ക്ലീൻ ആക്കലാണ് രാമുവിന്റെ പണി. വാ. അങ്ങനെ ഞങ്ങള് ചെയ്യുന്നത് എല്ലാത്തിന്റെയും പാത്രം കഴുകി വെക്കേണ്ടത് രാമു ആണ്. രാമു ഞാൻ ചപ്പാത്തി അതെ ചപ്പാത്തി കപ്പിൾസ് ഉണ്ടാക്കിക്കോളും. അത് വൃത്തിയിലുണ്ടാക്കണം. ക്ലീൻ ആക്ക രാമു. ക്ലീൻ ആക്കിയാ മതി. എന്റെ ദൈവദൂതനായി പാത്രങ്ങൾ കഴുകി വെക്കാൻ. നമ്മൾ പാത്രം കഴുകാൻ വേണ്ടി നമ്മുടെ സ്വന്തം അശ്വതിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. ആരും ആ പാത്രം കഴുകാൻ വേണ്ടി മാത്രമായി. ഇവനെന്തൊക്കെ അവർക്കുണ്ട്. ഗൈസ് ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ ചപ്പാത്തി മേക്കർ. ചപ്പാത്തി മേക്കർ കേട്ടോ. നിങ്ങളുടെ ചപ്പാത്തി ഇങ്ങനെ കൊമളയ്ക്കോ? അതെ അതെ അതങ്ങോട്ട് വെന്തിട്ടില്ല തോന്നുന്നുട്ടാ. വെന്തിട്ടില്ല. ഒന്നടിച്ചിരിക്കുകയാണ് ഗൈസ്. ഒന്നടിക്കണോ? നേരെ രണ്ടടിക്കട്ടെ. മൂന്നെണ്ണം പോരെ? അതെന്താ? അത് യശുദ്ധിയാണ്. അപ്പൊ 2.5 3 അപ്പൊ നമ്മളെല്ലാവരും അടിച്ചു പൊളിച്ചിരിക്കുകയാണ്. ഇപ്പൊ രാമൂട്ടൻ ഫിലിം വെക്കാൻ പോവുകയാണ്. അപ്പൊ ഗൈസ് നമ്മളിതാ സിനിമ കാണാൻ പോവുകയാണ്. മാത്രമല്ല എല്ലാവരും ഇവിടെയാണ് കേട്ടോ സ്റ്റേ ചെയ്യണേ. വർഷം മാത്രമേ പോയിട്ടുള്ളൂ. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ഗൈസ്.